ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു Ox81. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യമഹ R3 ആണ്. എൻ്റെ ഫേവറേറ്റ് കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയാണ് 300cc ഫുള്ളി ഫെയറിംഗ് ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ ബൈക്ക്. ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് അധികം ബൈക്സ് അങ്ങനെ കാണാൻ പറ്റില്ല. നിഞ്ച 300 ഉണ്ട്, R3 ഉണ്ട്, പിന്നെ ബെൻലി 302 ഉണ്ട്. ഡെഫിനറ്റ്ലി ഇതൊരു നിഞ്ച 300-നേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിൽ നമുക്ക് CC നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും. 321cc ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിഞ്ച 300-നേക്കാളും കുറച്ചും കൂടെ കംപ്രഷൻ റേഷ്യോ കൂടുതലുള്ള ഒരു എഞ്ചിനാണ് R3-ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ഒരു 70, 80, 90, 20 ആ ഒരു റേഞ്ചിൽ മാത്രമാണ് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൈലേജ് നോക്കിയിട്ട് ആരും ഈ ഒരു വണ്ടിയിലേക്ക് വരണ്ട. പക്ഷെ എന്ത് നോക്കി ഈ വണ്ടിയിലേക്ക് വരണം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സ്പോർട്സ് ടൂറിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിനേക്കാളും നല്ലൊരു വണ്ടി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്കും കിടിലൻ വണ്ടിയാണ് സ്പോർട്സ് ടൂറിങ് ചെയ്യാനായിട്ട്. ഓരോ പാർട്സും ഇതിൽ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് നോക്കിയാൽ പറ്റും, ഈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി. ഇതിൻ്റെ ഏറ്റവും ലുക്കായിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് ഭയങ്കര ഷാർപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇതിന് മുന്നേ പുറത്തൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയ സമയത്ത് ഒരു പയ്യൻ വന്ന് ചോദിക്കുകയാണ്, ഇത് R15 വേർഷൻ 2 വർക്ക് ചെയ്തതല്ലേന്ന്. പണിതല്ലേ, എത്ര ഈ കോസ്റ്റ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ ഇതൊരു R3 ആണ്, ട്വിൻ സിലിണ്ടർ ആണ്, അല്ലാതെ R15 വേർഷൻ 2 അല്ല, അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യണതെന്ന് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻലി 300i ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം അതൊരു നേക്കിഡ് ട്വിൻ സിലിണ്ടർ ആണ്. അപ്പോൾ അതിനെ കണ്ട കറക്റ്റ് നമുക്ക് FZ ആയിട്ട് തോന്നുള്ളൂ. യമഹയുടെ FZ ആയിട്ടാണ് നമുക്ക് ആ ഒരു വണ്ടി തോന്നുക. അപ്പോൾ ഞാൻ എവിടെ പോയാലും എന്നോട് ചോദിക്കുന്നത് FZ പണിതാണോ, FZ ബിൽഡ് ചെയ്താണോ. അപ്പോൾ പിന്നെ അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് നോർമലായി പൊരുത്തപ്പെട്ടു പോയി. ഇതൊക്കെ ആയിട്ട് നിങ്ങളെന്താ വെച്ചാൽ ആയിക്കോ, ഞാൻ പൊരുത്തപ്പെട്ടു എന്നുള്ളൊരു മൂഡാണ് ഇപ്പോൾ. പിന്നെ അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം പഴയ മോഡൽ R1-നെ ഇൻസ്പയർഡ് ആയിട്ട് ഇറക്കിയതാണ് ഈ ഒരു മോഡൽ R3. അതേപോലെ തന്നെ R15 വേർഷൻ 2 ഇതൊക്കെ. ഇപ്പം നമുക്ക് മാർക്കറ്റിലുള്ള R3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള R1-നെ ഇൻസ്പയർഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള V3, V4 അതേപോലെയുള്ള ഇപ്പം ഇറങ്ങിയ R3 ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഡിസൈനും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും താല്പര്യം ഈ ഒരു മോഡലിനോടാണ്. ഇപ്പം ഇറങ്ങിയ R3-നോട് എനിക്ക് അത്ര താല്പര്യമില്ല. ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലെജൻഡറി ലുക്കാണ്, ഭയങ്കര ഒരു അഗ്രഷൻ. ഇത് നമുക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ലുക്ക് അതിന്. നമ്മൾ റോട്ടിൽ ഓടിച്ച് നടക്കുന്ന ടൈമിൽ ഇതാണോ നിഞ്ച 300 ആണോ പെട്ടെന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണൽ ഫീലിൽ നിഞ്ച 300 തന്നെയായിരിക്കും. കാരണം അതിൻ്റെ ആ ഒരു പച്ച കളർ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ഐ കാച്ചിങ് ആണ്. അപ്പോൾ ഒരു പക്ഷേ അതായിരിക്കും. പക്ഷേ ആ പച്ച കളർ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ വൈസൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും R3 ആയിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ഷാർപ്പ്, ആ ഒരു ഭയങ്കര അഗ്രസീവായിട്ടുള്ള, അതുമാത്രമല്ല ഭയങ്കര ഷാർപ്പാണെങ്കിൽ പോലും ബൾക്കിനെസ് ഒന്നും പോകാത്ത രീതിയിലാണ് ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഈ ഒരു ഡിസൈൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഈ വണ്ടിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളിലൊന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിനാണ്. 321cc 180 ഡിഗ്രി ക്രാങ്ക് കോൺഫിഗറേഷൻ വരുന്ന അത്യാവശ്യം കിഡിലൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മുടെ R3-ലുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൈഡിങ് പോസ്ചറാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, സീറ്റ് ഭയങ്കര താഴെയാണ്, ഭയങ്കര സീറ്റ് ഹൈറ്റ് കുറവാണ്. അതിൽ നിന്ന് ടാങ്ക് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് പിന്നെ വരുന്നത് ഹാൻഡിൽ മുകളിൽ തന്നെയാണ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ നോക്കിയറിയാൻ പറ്റും, ഒരു R15 ആണെങ്കിലും അല്ലെങ്കിൽ ഒരു RC390 ആണെങ്കിലും ബാക്കി വണ്ടികളാണെങ്കിലും അതിൻ്റെ അത്ര സ്പോർട്ട്നെസ് ഈ വണ്ടിക്കില്ലേ. ഇത് പക്ക ഒരു സ്പോർട്സ് ടൂററാണ്. ഇതിപ്പോൾ ഞാൻ ഓടിച്ച് പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബൈക്കിൽ ഞാൻ ഇരുന്ന് പോകുന്ന ഒരു ഫീലായിരിക്കും. പക്ഷേ ഓടിക്കണ എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, ഞാൻ ഭയങ്കര കംഫർട്ടായിട്ട് ഭയങ്കര അപ്രൈറ്റ് ആയിട്ടാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ടൂർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റൈഡിങ് പോർഷനെ പറ്റിയിട്ടും ഇതിൻ്റെ ടൂറിങ് ക്യാപ്പബിലിറ്റിനെ പറ്റിയിട്ടും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ ഓണർ പരമാവധി സ്റ്റോക്കൊക്കെ ആയിട്ട് വെച്ചുള്ളൂ. കാരണം ആൾ അത്യാവശ്യം നല്ല രീതിക്ക് ടൂർ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഒരു ഏകദേശം ഒരു 90% ഇതിൽ സ്റ്റോക്കാണ്, ഒന്നും അങ്ങനെ മാറ്റിയിട്ടില്ല. ഇതിലിപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വൈസർ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഒരു വിംഗ്ലെറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്ക് ടെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഫുൾ സ്റ്റോക്കാണ്. പിന്നെ ഈ ഒരു കളറ് റീപെയിൻറ്റഡ് ആണ്, ബ്ലൂ തന്നെയാണ് വണ്ടി. ആൾ എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തു. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഈ ഒരു എക്സോസ്റ്റ് ആണ്. ഈ ഒരു എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം ഹാൻഡ് മെയ്ഡ് എക്സോസ്റ്റ് ആണ്. പക്ഷെ നല്ല കിഡിലൻ സൗണ്ടാണ്. കാരണം ഈ ഒരു എക്സോസ്റ്റ് ബിൽഡ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൗഡ് പരമാവധി കുറച്ച്, അതേപോലെ തന്നെ ഫ്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നോർമൽ ഒരു ചെറിയ
സ്റ്റോക്കിനേക്കാളും കുറച്ച് സൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് പണിതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പണിതിട്ട് വരെ ഈ ഒരു എക്സോസ്റ്റിൽ നിന്ന് അതിഭീകര സൗണ്ടാണ് വരുന്നത്. പിന്നെയുള്ളൊരു കാര്യം, ഇതിൽ ഫ്ലെയിമും അടിപൊളിയായിട്ട് വരും. നമ്മളൊരു തേർഡ് ഗിയറിലൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കൈവിട്ടുണ്ടെങ്കിൽ അപ്പം ഫ്ലെയിം വരും. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഫ്ലെയിം വരും. ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഐഡിയൽ സൗണ്ട് വരുന്നത്. നല്ല അത്യാവശ്യം നമുക്ക് ഓടിക്കുന്ന ടൈമിൽ ഭയങ്കര ഒരു കിടിലൻ ഫീൽ വരുന്നുണ്ട്. വേറെ ഒന്നും ഇതിൽ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഫുൾ സ്റ്റോക്കാണ്. കാണുമ്പോൾ നമുക്ക് സ്റ്റോക്കൊക്കെ ആയിട്ട് തോന്നും. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ സീറ്റായിട്ടൊക്കെ ഭയങ്കര കുറവാണ്. എനിക്ക് പ്ലാനറ്റ് ഫുഡാണ്, കാരണം ഭയങ്കര സീറ്റായിട്ട് കുറവാണ്. ജസ്റ്റ് ഒന്ന് വണ്ടി കൈ കൊടുത്തെടുക്കാം. കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ കൈ വിടുന്ന സമയത്ത് നന്നായി പൊട്ടുന്നു. ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഭയങ്കര വാല്യൂ ആയിരിക്കും. ഡിസ്കണ്ടിന്യൂ ചെയ്യണ ആർക്കും ഈ വണ്ടിയിൽ ഒരു ആവശ്യം ഉണ്ടാവില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം, നമ്മുടെ NS200 BS3 മോഡലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണത് എപ്പോഴാണ് BS6 ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ സമയത്താണ്. അതേപോലെ തന്നെ KTMൻ്റെ BS3 Duke 390 RC 390 ഒക്കെ. ആ ടൈമിൽ BS3 ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബാഡ് ഇംപ്രഷനായിരുന്നു. ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത വണ്ടി അങ്ങനെയൊക്കെയായിരുന്നു പറയണ്ടായിരുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ എന്താ BS3 ഡ്യൂക്കും RC 390 ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെജൻഡറി ബൈക്സ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ R3യുടെ കാര്യം. ഇറങ്ങിയ ടൈമിൽ ഭയങ്കര ഓവർ പ്രൈസിനുള്ള വണ്ടിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ ഈ വണ്ടി അധികം ഒന്നും സെയിലായിട്ടില്ല. ഭയങ്കര കുറവായിട്ടാണ് സെയിലായിട്ടുള്ളൂ. കാരണം ഓവർ പ്രൈസ് ആയിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രൈസ് കൂടുതലായിരുന്നു. എങ്കിലും ഡിസ്കണ്ടിന്യൂ ആയതിനു ശേഷം ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ സത്യം പറയുകയാണെങ്കിൽ തപ്പി നടക്കുക. ഇപ്പോഴൊക്കെ എന്ന് പറയുകയാണെങ്കിൽ വണ്ടി കിട്ടാനുമില്ല. സെഗ്മെൻറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ Ninja 300 ആണെങ്കിലും R3 ആണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ്. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ബാക്കി എന്ത് കംപ്ലയിൻറ്റ്സ് വന്നാലും എഞ്ചിൻ അങ്ങനെ പെട്ടെന്ന് പണിയോ കാര്യങ്ങളൊന്നും വരില്ല. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഭയങ്കര കോൺഫിഡൻസിൽ നമുക്ക് വാങ്ങാൻ പറ്റിയ രണ്ട് വണ്ടിയാണ് Ninja 300ഉം R3. ആക്ച്വലി ഈ എക്സോസ്റ്റ് തരണ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാറ്റം കേട്ടോ. ഈ എക്സോസ്റ്റ് എന്ന് പറയുന്ന ഒരു നമുക്ക് ഈ എക്സോസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഫീലില്ലേ ഭയങ്കര എൻ്റർലി ഡിഫറെൻ്റ് ആണ്. സ്റ്റോക്ക് ഓടിക്കണ ഒരു ഫീലേ അല്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്കൂട്ടറോ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒരാൾ നേരിട്ട് ഇതിലേക്ക് വരാൻ പറ്റുന്നല്ല. ഒരു 150cc ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം വണ്ടി നമ്മളങ്ങനെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നില്ല. സംഭവം പവറുണ്ട്, നമ്മൾ അത്യാവശ്യം ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയെങ്കിലും നമ്മുടെ കൈ വിട്ട് പോകാനുള്ള ഒരു പവറൊന്നുമില്ല. കാരണം ഇപ്പോൾ ഇതിൽ നമുക്കൊക്കെ ഒരു ഏകദേശം ഒരു 7000-8000 RPM ശേഷമാണ് ശരിക്കും ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുക. അതുവരെ ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ലീനിയറായിട്ടാണ്. പിന്നെ കുറേ ആൾക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ R3നും RC 390നും വെച്ച് കമ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു സിംഗിൾ സിലിണ്ടർ വണ്ടിയും ഇതൊരു ട്വിൻ സിലിണ്ടർ വണ്ടിയാണ്. 390 എന്ന് പറയുന്നത് അതിനൊരു മൂഡുണ്ട്, ആ ഒരു വണ്ടിക്ക് ഒരു മൂഡുണ്ട്, അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും. പക്ഷേ R3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂഡിനനുസരിച്ചിട്ട് വണ്ടി മാറാൻ ഓക്കെയാണ്. കാരണം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാൻ പറ്റും. ഇതൊരു RC 390 പോലെ ഷോർട്ടർ ഗിയർ റേഷ്യോ ഉള്ള ഒരു വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ലോ ആൻഡ് ടോർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 6th ഗിയറിലൊക്കെ നമുക്ക് അത്യാവശ്യം മെല്ലെ പോകാൻ പറ്റും. ഇനിയിപ്പോൾ മെല്ലെ പോവുകയാണെങ്കിൽ ആ ഒരു ജെർക്കിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വണ്ടീനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ ഓണറിൻ്റെ ഇൻസ്റ്റ ID ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുള്ളിക്കാരനോട് ചോദിച്ചാൽ മതി. പുള്ളിക്കാരൻ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വണ്ടിയായിട്ട് നമുക്ക് കാണാം.